ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കാണിക്കാൻ പോകുന്നത് കപ്പ പുഴുങ്ങുന്നതാണ് അഥവാ മരിച്ചിനിക്കിഴങ്ങ് എങ്ങനെയാണ് പുഴുങ്ങാന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. വെള്ളം തിളയ്ക്കുന്ന വെള്ളത്തിൽ ഇത് കപ്പ ഞാൻ കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട്, അതിടാം. ഈ കപ്പ ഇനി വെന്ത് വരണം. വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പിടാം. എന്നിട്ട് ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്കത് കഴിക്കാനൊരു ചട്നി ഉണ്ടാക്കാം. കാന്താരി മുളക്, ഒരു 10-15 കാന്താരി മുളകുണ്ട്, ഒരു 4-5 ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഉപ്പും കൂടെ ഇട്ട് ഇതിനെ ഇടിച്ചെടുക്കണം. കാന്താരി മുളക്, ഉള്ളി, കല്ലുപ്പ് ആവശ്യത്തിന് ഇടാം. ഇത് നന്നായിട്ട് ഇടിച്ചെടുക്കണം. നമുക്ക് ഇതിൽ ഈ തേങ്ങ നല്ല ജ്യൂസി ആയിട്ട് അപ്പോൾ തന്നെ തിരുവിയെടുത്ത തേങ്ങ ചേർക്കണം. നല്ല പച്ച തേങ്ങയും കറി ലീവ്സും കൂടെ ഒന്ന് നല്ലതായിട്ട് കൈകൊണ്ട് ഞെരടിയിടുന്നു. അപ്പോൾ അതിൻ്റെ ജ്യൂസും കൂടെ അതിൽ മണവും ഗുണവും ഒക്കെ മരിച്ചിനിയിൽ ചേരത്തുള്ളൂ. നല്ല കപ്പ പുഴുങ്ങിയത് റെഡി. ഇനി ഇത് കഴിക്കാനായിട്ട് നമുക്ക് ഒരു ചട്നി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാന്താരി മുളകും ഉള്ളിയും ഉപ്പും ഇടിച്ചതാണ്. ഇതിൽ നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കണം. ഇതാണ് ഇതിൻ്റെ കഴിക്കാനുള്ള ചട്നി. അത് കഴിഞ്ഞ് ഒന്നത് ടേസ്റ്റ് നോക്കാം. നല്ല ചൂടുണ്ട്, നല്ല ചൂട്. അടിപൊളി. ഓക്കെ, നന്നായിട്ടുണ്ട്. സൂപ്പർ. ഓക്കെ.